ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാഡം, ഋതിക മാഡം, മാഡം, ഋതിക മാഡം. വിളിക്കട്ടെ, അങ്ങനെ വിളിക്കട്ടെ, കണ്ണോർക്കണ്ട. മാഡം, ഋതിക മാഡം. ഇത് മനുഷ്യന് ഓർക്കത്തുമില്ലല്ലോ. എന്ത് വേണം? അല്ല, ഈ നേരം നന്നായിട്ട് വെളുത്തു. നേരം വെളുക്കും, അല്ലാതെ എപ്പോഴും രാത്രി തന്നെ മതിയോ? അല്ല, ഞാൻ ചായ കൊണ്ടുവന്നതാ. ഞാൻ തന്നെ ഉണ്ടാക്കിയ ചായ. സോറി, ചായ അല്ല, കാപ്പി. എനിക്ക് വേണ്ടി കാപ്പി ഉണ്ടാക്കണമെന്നും അത് കൊണ്ടുവന്ന് തരണമെന്നും ഞാൻ പറഞ്ഞോ? ഇല്ല. ഇത് രാജു എനിക്കായിട്ടുണ്ടാക്കിയ കാപ്പിയൊന്നും അല്ല. രാധമ്മ പറഞ്ഞു കാണും എനിക്ക് കാപ്പി കൊണ്ടേ കൊടുക്കാൻ. ഒരു പ്രാവശ്യമൊക്കെ അങ്ങനെ ചെയ്തു കാണും. അത് വെച്ച് എപ്പോഴും അങ്ങനെ കണക്ക് കൂട്ടല്ലേ? കണക്ക് കൂട്ടും. രാജു ഒരു ചതിയന്, മനസാക്ഷി ഇല്ലാത്തവന്. അല്ല മാഡം, അങ്ങനെയൊന്നും പറയല്ലേ. ഈ വാക്കുകളൊക്കെ പിന്നീട് ഒരിക്കലും തിരുത്തേണ്ടി വരും. അങ്ങനെ വരുമ്പോ അപ്പ തിരുത്തിക്കോളാം. സ്നേഹിക്കാൻ അറിയില്ലാത്തൊരു മനുഷ്യൻ. ഈ കാപ്പി എനിക്ക് വേണ്ട. രാജു ഉണ്ടാക്കിയ കാപ്പി രാജു തന്നെ കുടിച്ചു. അല്ല മാഡം, മാഡം ഒരു കാപ്പി കൊണ്ട് വന്നിരിക്കുന്നു. എന്താടാ, ഇന്നലെ ബൈക്കും തള്ളിക്കൊണ്ട് വന്നപ്പോഴേ കാര്യം എനിക്ക് പിടികിട്ടി. എന്ന് വെച്ച് മുതിർന്ന മകന്റെ ലൈഫിൽ കയറി വെറുതെ എനിക്കങ്ങനെ ഇടപെടാൻ പറ്റുമോ? തന്നെയല്ല, ഈ വക സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഭാര്യയും ഭർത്താവും തമ്മിൽ തീർക്കുന്നതാ അതിൻ്റെതായ ഒരു ഭംഗി. എടാ, ദാമ്പത്യ ജീവിതത്തില് ഇതൊക്കെ സർവ്വസാധാരണ. പക്ഷേ ഈ പിണക്കം അങ്ങനെ നീട്ടിക്കൊണ്ടുപോകരുത്. അത് കുഴപ്പാ, ഒടുവിൽ കൈവിട്ടുപോകും. അതുകൊണ്ട് ഒരാൾ ക്ഷമിക്കുന്നതാ എപ്പോഴും നല്ലത്. എടാ, വിട്ടുവീഴ്ചകളാ ദാമ്പത്യ ജീവിതത്തിന്റെ നിലനിൽപ്പ്. എടാ, ഇതൊരു മാജിക്കാ. പക്വത കൂടുതലുള്ളവർ ക്ഷമിച്ച് പ്രശ്നം പരിഹരിക്കണം. നീ ആ കുഞ്ഞിനെ വിളിച്ച് സ്നേഹത്തിലൊന്ന് പറഞ്ഞ എല്ലാ പ്രശ്നവും തീരും. പ്രാണന്റെ പാതിയടാ അവനവന്റെ ഭാര്യ. അത് നീ മറക്കരുത്. ഞാൻ പറഞ്ഞതുപോലെ നീ കേക്ക്. ഋതികമ്മയോടും ഞാനും തമ്മില് അച്ഛൻ പറഞ്ഞതുപോലെ ഒരു അകൽച്ച ഉണ്ടാവോ? മുമ്പായിരുന്നെങ്കില് എനിക്കതൊരു വിഷയമല്ലായിരുന്നോ? പക്ഷേ ഇപ്പം മാഡത്തിന് എനിക്ക് മനസ്സിൽ നിന്നെടുത്ത് കളയാൻ പറ്റുന്നില്ല. ദൈവമേ, ഞാൻ ഋതിക മാഡത്തെ പ്രണയിച്ചു തുടങ്ങിയോ? എത്രയും പെട്ടെന്ന് മാഡത്തിന്റെ അമ്മയെ കണ്ടുപിടിക്കണം, സംസാരിക്കണം. അതിനു മുമ്പ് എന്റെ മനസ്സിലുള്ളത് മാഡത്തോട് പറയണം. അകലേ നോവിനാലേ